ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഓണാണ്. എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇതാട്ടോ എൻ്റെ ഓണക്കോടി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എനിക്ക് കുളിച്ച് റെഡി ആയിട്ട് അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞാനിത് അമ്പലത്തേക്ക് പോകട്ടെ. അമ്പലത്തിൻ്റെ അവിടേക്ക് പോകാനുള്ളൊരു ഇടവഴിയാണിത്. അപ്പം തൊട്ടപ്പുറത്തന്നെ ആട്ടോ അമ്പലം. 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് എത്തും. താമരയൂർ അമ്പലത്തേക്ക് ആട്ടോ പോയിട്ടുള്ളത്. പുറത്തുനിന്നുള്ള വ്യൂ നല്ല അടിപൊളിയായിട്ടുള്ള കാണാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ കൃഷ്ണൻ്റെ അവിടെ വലിയൊരു പൂക്കളിട്ടുണ്ടായിരുന്നു. പിന്നെ അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിലായിട്ടും ഒരു കുഞ്ഞിപ്പൂക്കളൊക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് കഴിയാറായപ്പോഴേക്കും അച്ഛനും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ വേറെ എവിടേക്കോ പോയതാണ്. അപ്പോൾ അച്ഛനും ഇവിടെ എത്തിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ച് വേറൊരു അമ്പലത്തിലൂടെ പോയിട്ടോ. അങ്ങനെ അവിടെ പോയപ്പോൾ അവിടെയും വലിയ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 2 അമ്പലങ്ങളിലും തൊഴുതിട്ട് നേരെ വീട്ടിലോട്ട് പോയിട്ടാണ് പൂക്കളിട്ടത്. അങ്ങനെ പൂക്കളൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വലിയ ഡിസൈനൊക്കെ ഇടണം വിചാരിച്ചതായിരുന്നു. പക്ഷേ ആ സമയത്ത് എന്തോ ഡിസൈനൊന്നും ഒപ്പിച്ചെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അത്യാവശ്യം തിരക്കില്ലാത്തൊരു പൂക്കളൊക്കെ ഇട്ടു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അടുക്കളയിൽ അത്യാവശ്യം ഓലനും പിന്നെ പഴം പുഴുങ്ങിയത്, അവിയൽ, പിന്നെ ഈ മത്തങ്ങൽശ്ശേരി അങ്ങനെ എല്ലാം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കഴിക്കാൻ പോകുന്നത് നാരങ്ങ വെള്ളം പിന്നെ പഴം പുഴുങ്ങിയതാണ് കേട്ടോ. പിന്നെ അമ്മയുടെ ഓഫീസിൽ നിന്ന് ഒരു ചേച്ചിയും ചേച്ചിയുടെ 2 മക്കളൊക്കെ വരുന്നുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഫുഡിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കൊരു വെൽക്കം ഡ്രിങ്ക് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടാങ്ക് കലക്കാണ് കേട്ടോ. അപ്പോൾ അവർക്ക് നബിദിനാണെന്ന് ഓർമ്മ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട്. അപ്പോൾ നബിദിനായതുകൊണ്ട് തന്നെ അവർ കുറച്ച് ലേറ്റായിട്ട് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് നമ്മൾ തൃപ്രയാർ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. അത് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിലെ ഡോറിൻ്റെ അവിടെ തൂക്കാൻ നോക്കുകയാണ്. പക്ഷെ ഞാൻ തൂക്കിയിടുമ്പോൾ അതങ്ങനെ തന്നെ താഴോട്ട് വീണ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും ഒന്നുകൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ട്രൈയിൽ അത് റെഡിയായി ഗൈസ്. അപ്പോൾ ഞാനിങ്ങനെ ഒറ്റ ഇതായിട്ടാണ് ഇട്ടത്. ആ പച്ച വന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അടക്കാൻ ബുദ്ധിമുട്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒറ്റ ഇതായിട്ട് ഇട്ടത് അച്ഛൻ മടക്കിയിട്ട് 2 ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് വീഡിയോയിൽ കാണിക്കുന്നില്ല തോന്നുന്നു ഞാൻ. അപ്പോൾ അതെല്ലാം സെറ്റായിട്ടുണ്ട്. അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ വീട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 12:30 ആയപ്പോൾ നമ്മൾ സദ്യ കഴിക്കാനിരുന്നു കേട്ടോ. അത്യാവശ്യം ഒരു 7-8 ടൈപ്പ് കറികളും പിന്നെ പാലടയായിരുന്നു കേട്ടോ പായസം ഉണ്ടായിരുന്നത്. എല്ലാ കറികളും വീട്ടിൽ തന്നെയാട്ടോ ഉണ്ടാക്കി. പായസം മാത്രമേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയുള്ളൂ. ഞാൻ നൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാട്ടോ കഴിച്ചത്. അമ്മ സാരി മാറിയിട്ടായിരുന്നു. അച്ഛൻ നോക്കണ്ട, അമ്മയ്ക്ക് ചെറിയൊരു പനി ഉണ്ടായിരുന്നു, കൂടിയോ നോക്കുക കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി സദ്യയൊക്കെ കഴിച്ചു. നമ്മുടെ തൊട്ടപ്പുറത്ത് ക്ലബ്ബിൽ നാളെ പരിപാടി ഉണ്ട്. അപ്പോൾ അവിടെ ഡി കമ്പനി നട്ട പേര്, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് DC. അവിടെ പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് പരിപാടി എന്താ, നല്ലൊരു ഉറക്കം. അങ്ങനെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി വന്നപ്പോഴത്തേക്കും അമ്മയുടെ ഓഫീസിലെ ആ ചേച്ചിയും പിന്നെ 2 മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ ഫുഡ് കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ നേരെ പോയി ഡ്രസ്സ് മാറി കേട്ടോ. അങ്ങനെ ഡ്രസ്സ് മാറി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടി കിടന്നുറങ്ങി. വൈകിട്ട് ഒരു 5 മണിക്ക് ആയിട്ടപ്പോഴാട്ടോ എണീറ്റത്. അങ്ങനെ എണീറ്റിട്ട് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയുടെ കൂടെ കഴിക്കാൻ ഞാനൊരു ഡാർക്ക് ഫാൻറ്റസിയുടെ ബിസ്ക്കറ്റും പിന്നെ ശർക്കര വാഴട്ടി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ. രാത്രി നിങ്ങൾ വിചാരിക്കും എന്താ ചോറും കറികളൊന്നും ചോറ് കാണാനില്ലല്ലോ, ഫുള്ള് കറികളാണോ, ചോറ് അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് അവിട്ടാണ് കേട്ടോ. അപ്പോൾ അവിട്ടത്തിൻ്റെ അന്ന് നമ്മുടെ തൊട്ടപ്പുറത്തെ ക്ലബ്ബിൽ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ഞാനാട്ടോ പുട്ട് ഉണ്ടാക്കിയത്. അമ്മയ്ക്ക് വയ്യല്ലോ, പുട്ടും പഴമായിരുന്നു കേട്ടോ. നമ്മുടെ അടുത്ത് ഓണം പരിപാടിയാണ് ഇന്ന്. അവിട്ടാട്ടോ അതെ, തിരുവോണം അവിട്ടാണ് കേട്ടോ ഒന്ന്. അപ്പോൾ ഞാനിതാ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഉച്ചത്തെ ചോറ് ഇന്നലത്തെ ചോറ് തന്നെയായിരുന്നു. പിന്നെ കറികളും ഓൾമോസ്റ്റ് ഇന്നലത്തെ തന്നെയായിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം പോവാം. അവിടെ ഗെയിംസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് എൻജോയ്. ഞാൻ പോയി അവിടെ ഇരുന്നു കേട്ടോ. അച്ഛനതാ പിന്നിൽ ഓരോ മത്സരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം കുട്ടികളുടെ കസേരക്കളി ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളുടെ ഒരു 2 റൗണ്ട് കസേരക്കളിക്ക് ശേഷമാണ് ആണുങ്ങളുടെ കസേരക്കളി ഉണ്ടായത്. പിന്നെ മിഠായി പെറുക്കൽ എന്ന് പറഞ്ഞിട്ടൊരു മത്സരം ഉണ്ടായിരുന്നു. അതാണെങ്കിൽ 7 വയസ്സിൽ താഴെയുള്ള ഉണ്ണികൾക്ക് മാത്രം കേട്ടോ. കുറച്ച് 9ഉം 10ഉം വയസ്സുള്ള പിള്ളേരൊക്കെ പോയി എനിക്കും പറക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു 7 വയസ്സിൽ താഴെയുള്ളവർക്കാണ് ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കട്ടൻ ചായ ഉണ്ടായിരുന്നു. അതിന് കൂടെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ബിസ്ക്കറ്റ് കഴിച്ചില്ല, കട്ടൻ ചായ മാത്രം കുടിച്ചു. നെക്സ്റ്റ് പരിപാടി നമ്മുടെ സുന്ദരിക്ക് പുട്ടുകുത്തണ പരിപാടി ഉണ്ടല്ലോ, അതായിരുന്നു. ആദ്യം പിള്ളേരുടെ റൗണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് എൻ്റെ റൗണ്ടായിരുന്നു. ഹണി റോസിനൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ കണ്ണ് കിട്ടി 2-3 വട്ടം എന്നെ കറക്കിയിട്ട് അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനാണ് ഈ കറക്റ്റ് ആ തലയുടെ ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ടാട്ടോ ഒട്ടിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ സൂചി നൂലും കോർക്കണ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അടുത്തതായിട്ട് കലാപരിപാടികൾ തുടങ്ങി. ഇതേ ഒരു കുഞ്ഞുണ്ണിയാട്ടോ ആദ്യം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത്. നാടോടി നൃത്തമാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അതിലും ചെറിയ ഉണ്ണിയാട്ടോ. ഇതെനിക്ക് അറിയണ ഒരു ചേച്ചിയുടെ ഉണ്ണിയാണ്. അവളുടെ ഭാഗം ഒരു പാട്ടൊക്കെ
പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയും കുറേ ഡാൻസുകളും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയാണെങ്കിൽ വീടിൻ്റെ മുറ്റത്ത് ഇരുന്നിട്ടാണ് പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് ചെറിയൊരു പനിയുള്ളതുകൊണ്ട് തന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അമ്മ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടാണ് പരിപാടി കണ്ടത്. ഞങ്ങളുടെ തൊട്ടുമ്പത്തെ ഗ്രൗണ്ടിലാട്ടോ പരിപാടി. അപ്പോൾ അവിടെ സൂചി നൂലും കോർക്കലിൻ്റെ ലാസ്റ്റത്തെ റൗണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഇത് വീരനാട്യം എന്ന് പറഞ്ഞ പരിപാടിയാട്ടോ. അപ്പോൾ ഇത് സ്പെഷ്യൽ പരിപാടിയായിരുന്നു നമ്മുടെ ക്ലബിൻ്റെ വക. അങ്ങനെ അതൊക്കെ നല്ല സെറ്റായിട്ട് പിള്ളേർ നല്ല അടിപൊളി തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ നടത്തിക്കൊണ്ടിരുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബാൽക്കണിയിലിരുന്ന് നോക്കിയാലും ഈ പരിപാടികളൊക്കെ നല്ല കറക്റ്റായിട്ട് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ വീരനാട്യത്തിനൊക്കെ ശേഷം പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കസേരക്കളിക്ക് എനിക്കായിരുന്നു കേട്ടോ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഫീമെയിൽസിൻ്റെ വിഭാഗത്തിൽ. അങ്ങനെ എനിക്ക് പ്രൈസൊക്കെ കിട്ടി. അത് കഴിഞ്ഞ ശേഷം എല്ലാവരും കൂടി ഗ്രൂപ്പ് ഫോട്ടോയും അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 7:30 ആയപ്പോഴേക്കും ഗാനമേള സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ശരിക്കും 7 മണിക്ക് തുടങ്ങേണ്ടതായിരുന്നു. പക്ഷേ എല്ലാ കലാപരിപാടികളും കഴിഞ്ഞ് വന്നപ്പോൾ 7:30 ആയിട്ടുണ്ടായിരുന്നു. 10 വരെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഞാനും 2 പാട്ടുമാണ് സ്റ്റേജിൽ കയറി. പിന്നെ നമ്മുടെ വീരനാട്യത്തിൻ്റെ പിള്ളേരൊക്കെ വന്ന് പാട്ടിന് നല്ല അടിപൊളി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. എല്ലാ പരിപാടികൾ കഴിയുമ്പോഴും നമുക്കൊരു എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പാട്ടിട്ടിട്ട് അവസാനം ഒരു തകർപ്പ ഡാൻസ് കളിക്കല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ക്ലബ്ബിലെ ചേട്ടന്മാരൊക്കെ സ്റ്റേജിൽ കയറി നല്ലൊരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മളെല്ലാവരും കൂടെ അപ്പുറത്തുള്ള ചേച്ചിമാരും അങ്ങനെ എല്ലാവരും കൂടെ അടിപൊളി പാട്ടിട്ട് അവസാനം ഒരു ഡാൻസോട് കൂടി പരിപാടികൾ അവസാനിച്ചു. അപ്പോൾ ഓണം വിട്ടും കൂടിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണിത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.